നമ്മുടെ സെലിബ്രിറ്റി ഓണർ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി തന്നെയാണ്. മലയാളത്തിൽ കഴിഞ്ഞു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിരിക്കാണ് ഒരുപാട്. സ്വപ്പം തന്നെ ബ്രാൻഡ് അംബാസിഡർ ഞങ്ങളിവിടുന്ന് കൈയടിക്കാന്ന് പറയുന്നത് ഏറ്റവും ആദ്യവും ഏറ്റവും കൂടുതൽ അടിക്കുന്ന വ്യക്തിയാണ്. കൈയടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് മഹിമ. താങ്ക് യു സോ മച്ച് മഹിമ. സോ നമ്മുടെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചത്. ആൻഡ് ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് ഞാൻ കളിച്ചിട്ടില്ല. ബട്ട് ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഈ ഫോർമാറ്റ് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിവേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ടീമും സീ ഹോർസ് വിൽ പ്ലേ വെൽ ആൻഡ് വിൽ മേക്ക് എ ഗുഡ് ടൂർണമെന്റ് ഔട്ട് ഓഫ് ഇറ്റ്. സ്പോൺസേഴ്സിനും അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് കണ്ട് വിജയിപ്പിക്കാൻ ഓഡിയൻസിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സീ യു അറ്റ് ദ ഫീൽഡ്. താങ്ക് യു. താങ്ക് യു ചേട്ടാ. ചേച്ചി എന്തായി പ്രാക്ടീസ് ഒക്കെ എവിടെ വരെയായി? പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല, അവരുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ഇത്ര നേരം വെയിറ്റ് ചെയ്തതിനൊക്കെ. CCF-നെ പറ്റി എല്ലാവരും പറഞ്ഞു, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് പോഷിപ്പിക്കുന്നില്ല. സീഹോ സെയിലേഴ്സ് ആണ് ഞങ്ങളുടെ ടീം. ഞങ്ങളുടെ ടീം അടിപൊളി പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട്, സൂപ്പറായി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീം തന്നെ ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാ ടീംസിനും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി തീം സോങ് കൂടി ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് കാണിക്കാൻ മാത്രമല്ല ഇതുപോലെ അല്ലേ നല്ല തീം സോങ് ഒക്കെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ വെറുതെ ഒന്ന് ശ്രദ്ധ പിടിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി കളക്കളത്തിലാണ് അല്ലേ. എനിക്ക് പിയോൺ അദ്ദേഹത്തോടും കൂടിയാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. കളി ജയിക്കാതൊക്കെ അതൊക്കെ ബാക്കിയുള്ള കാര്യം. പക്ഷെ ഞങ്ങൾക്ക് കുറെ നാളായിട്ട് ഞങ്ങളുടെ ടീം മീറ്റിങ്ങിലുള്ള മെയിൻ ചർച്ച ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം മിയാമി ടു വാഷിംഗ്ടൺ DC. അപ്പൊ അത് ഞങ്ങൾ അവിടെ വന്ന് അറിയാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ല, മിയാമി പോകാൻ ഞങ്ങൾ റെഡിയാണ്. അത് നമ്മൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് തന്നെ എയർപോർട്ടിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? ക്യാപ്റ്റൻ നമ്മുടെ ഓണർ തന്നെയാണ്, മെഹഫൂസ് ആണ്. ഇവിടെ ജേഴ്സി ലോഞ്ച് ഓഫ് ചീന ചേസസ് ആണ് നടക്കുന്നത്. നല്ലൊരു കാര്യം കൊടുക്കാം, ഒരു അടിപൊളി കാര്യം. ഓൾ ഓഫ് യു. സ്കൂളിലൊക്കെ ക്രിക്കറ്റ് ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് സാധിച്ചില്ല. ഇപ്പം സിനിമയിൽ വന്നുകൊണ്ട് എന്താ പറയുക, ഇങ്ങനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ CCF-ൽ 2019 സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ 2-3 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ LMS CCF പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ ഗെയിം ഈസ് ഗെറ്റിംഗ് മോർ സീരിയസ്. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. അപ്പോൾ ഒരു പുതിയ ഫോർമാറ്റാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ എന്താ പറയുക മതലിൻ്റെ അപ്പുറത്ത് കളിച്ച് അങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ കളിച്ച് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തേക്കുന്ന ഒരു ഇതുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് രീതികളൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി പാടാണ് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് മാച്ചസ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പോൾ എന്താ പറയുക, എല്ലാ ടീമിനും ഓൾ ദി ബെസ്റ്റ് വിഷസ്. നമുക്ക് ഗ്രൗണ്ടിൽ കാണാം, അതാണ് പറയാനുള്ളത്. സ്പോൺസേഴ്സും കൂടി നമ്മുടെ ക്യാപ്റ്റന് ഈ ഒരു ജേഴ്സി നൽകുകയാണ്. ക്യാപ്റ്റൻ പ്ലീസ് കം ഫോർവേഡ്. യെസ് ബൈ. ഒരു അടിപൊളി all the best guys. And that's Eagle Empire. നമ്മുടെ LMS-ൽ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ടീം എന്തായാലും നല്ലൊരു ഗെയിം കളിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്.
ആദ്യമായി CCFന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ നന്ദിയുണ്ട്, സന്തോഷം. ആൻഡ് വിഷ്ണുവിടെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഞങ്ങളുണ്ടാവും അവിടെ. Good evening all. Hi. അപ്പോൾ 12 ടീമാണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. എന്തായാലും ഞങ്ങൾക്ക് കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എല്ലാ ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നരേന്ദ്രനാണ് ജസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ക്യാപ്റ്റൻ നിജി ഇസ്മായിലാണ് and please join so it's Fox Fighters. ഞങ്ങൾ ആക്ച്വലി ഫോക്സ് മാന്തിയ പോലെ ഞങ്ങൾക്കൊരു അത് പ്രതീക്ഷിച്ചു. ഇത് വരുന്നുണ്ടല്ലേ? ഓക്കെ. സോ 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ ജോണി ചേട്ടനെ. ചേട്ടാ, നമ്മൾ ക്രിക്കറ്റ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് KD11 അണ്ടറില്. പക്ഷെ ഇവിടെ ശാന്തര കൃത്യമായിട്ട് മറ്റൊരു ടീമിനെ അണിനിരത്തിയിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾ കപ്പടിക്കുന്നത് തന്നെയാണ് വാദം അല്ലേ? എന്താ പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡയറക്ടേഴ്സ് ടീമിൻ്റെ ഒരാളായിരുന്നു. ശാന്തർ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇന്നിപ്പോൾ ഡയറക്ടേഴ്സ് ടീമിലുള്ള പലരും പല വീടുകളിലേക്ക് ഇപ്പോഴുള്ള പരസ്യം ഇപ്പം ഇറങ്ങിപ്പോകുന്നുണ്ട് ഓരോരുത്തരായിട്ട്. എന്നെ കണ്ടപ്പോൾ ഏതാ ഞങ്ങളുണ്ടെന്ന് കാണിച്ചു. എന്തായാലും എനിക്കൊരു കാര്യം സന്തോഷമുണ്ട്. വിഷ്ണുവും നരനും അതുപോലെ തന്നെ ഉണ്ണിയൊക്കെ ഞങ്ങൾ അമേരിക്കയിൽ കളിക്കുന്ന കളി കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ വരണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. കാരണം എത്ര ദൂരം താണ്ടിയാലും നിങ്ങൾ വരണം. കാരണം ഞങ്ങളുടെ ടീം എത്തില്ല എന്നൊരു ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്തിയാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എത്തും. അതുപോലെ തന്നെ എനിക്കൊന്ന് സിനിമ കഴിഞ്ഞാൽ ഏറ്റവും ഞാനെന്നല്ല വിളിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ക്രിക്കറ്റിനായിരിക്കും. 83 വേൾഡ് കപ്പ് മുതലാണ് നമ്മൾ കളി തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ഓണർ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ബസ്സിൻ്റെ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം ഒരു ബസ് ഓണറാണ്. ഇപ്പോൾ ദൈവം എന്നെ ഒരു ടീമിൻ്റെ ഓണറാക്കിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ ടൂർണമെന്റിന്റെ നടുത്തുമായ അനിലേട്ടനും അതുപോലെ സുദീപേട്ടനും അതുപോലെ തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സുഹൃത്തുക്കൾക്കുള്ള എല്ലാവർക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ടീമിന്റെ പേരിൽ നന്ദി പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ കളി ഈ ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു രീതിയിൽ പോകുന്ന ടൂർണമെന്റ് ഞങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല കേട്ടോ. ഞങ്ങൾ കുഞ്ഞുനാൾ പോലെ കളിച്ചാൽ ഒറ്റ ബാറ്റിംഗ് എന്നാ പേരുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ കളിച്ചു വളർന്ന ആൾക്കാർ തന്നെ. അപ്പം നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. പിന്നെ ഇവിടെ വിഷ്ണു പറഞ്ഞായിരുന്നു, നരേൻ പറഞ്ഞായിരുന്നു, ജോണി സാറ് പറഞ്ഞായിരുന്നു ഇവർക്ക് എല്ലാവർക്കും അമേരിക്കയിൽ പോകാനുള്ള അവർ ജയിക്കും പോകും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ശോഭേ, ഞാൻ പറഞ്ഞ കേൾക്ക്, ശോഭയൊക്കെ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞല്ലേ ഇപ്പം. നിങ്ങൾ ഞങ്ങളുടെ ജയിച്ചിട്ട് കളിക്കാനാണെങ്കിലും ഓക്കെ, നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടുന്ന് പോണതിന് മുമ്പ് അതിനുള്ള അളവ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട് രനീഷിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കളി എന്നല്ല എല്ലാ കളിയും സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളി വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യും. ടീമെല്ലാം നല്ല സെറ്റാണ്. അതുകൊണ്ട് എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എൻ്റെ ടീമിന് വിജയാശംസകൾ നേരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. Thank you, Sheta. Thank you so much. This team, Gorilla Gliders. മനോരമ മറ്റൊരു ശേഷിയുമായിട്ടാണ് അവർ വരുന്നത്. So congratulations and all the best. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ CCFന്റെ ഭാഗമാകാനായിട്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ CCFന്റെ ഡീറ്റെയിൽസ് ഈ കളിയുടെ പ്രത്യേകത ഒക്കെ നമ്മളോട് സംസാരിച്ച്. അപ്പോൾ നേരത്തെ ശ്രീചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ മണ്ണിൽ വെട്ടി ചെറിയ ഗ്രൗണ്ടിൽ അപ്പുറത്തേക്ക് പാടത്തേക്ക് അടിച്ച ഔട്ട്, പറമ്പിൽ അടിച്ച ഔട്ട്, അവിടെ അടിച്ച 2 റൺ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉള്ള ഒരു കുറച്ച് ഹെവിയായി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വലിയ ഡയലോഗൊന്നും അടിക്കുന്നില്ല. ഒക്കെ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് കാണാം. അത് കഴിഞ്ഞ് അമേരിക്ക വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു.
വളരെയധികം എനർജറ്റിക് ആയിട്ട് പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. കപ്പടിക്കോ മിയാമി പോലെ. തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരുപാട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞങ്ങളുടെ കുട്ടികളുടെ കേരളയുടെ ടീം മാറുന്നില്ലേ? ടീം മാറുന്നേ നമ്മളെന്തായാലും കപ്പടിക്കും. നമ്മുടെ ബെസ്റ്റ് അടിപൊളി ആൾക്കാരെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഇതായതുകൊണ്ട് ഗ്രൗണ്ടിൽ നല്ല സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണം. നല്ല രീതിയിലാണ് ഞങ്ങൾ ലേലത്തിൽ ഞങ്ങളുടെ ചൂടക്കുട്ടന്മാരെടുത്തിരിക്കുന്നത്. സോ ഞങ്ങൾ ദിവസം പോവും കാണാനായിട്ട് എല്ലാവരും വരണം കേട്ടോ. ശരി, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് എല്ലാ ടീമും അടിപൊളിയാണ്. പിന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് വേറൊരു ടീമിന് മനസ്സുകൊണ്ട് എല്ലാവരും ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ടീം വിജയിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് എൻ്റെ ടീമിനോടൊപ്പം ലാസ്റ്റ് വരെ നിൽക്കും. എൻ്റെ ടീം വിജയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് നൂറിന്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും മാസ് ഡയലോഗ് പറഞ്ഞു. എന്നോടും മാസ് ഡയലോഗ് പറയാനാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊരു മാസ് ഡയലോഗ് പറയാം. എല്ലാ ഇവിടെ കളിക്കാൻ വരുന്ന എല്ലാ ടീമുകൾക്കും തന്നെ എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ ടീമിന്റെ ആശംസകൾ. ഞങ്ങൾ ആദ്യം കളിച്ച് ജയിക്കാൻ നോക്കും. കളിച്ച് ജയിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇടിച്ച് ജയിക്കാൻ നോക്കും. ഇടിച്ച് ജയിക്കാൻ പറ്റില്ല ഞങ്ങൾ കള്ളക്കളികൾ നടത്തിയിട്ട് ഞങ്ങൾ ജയിക്കും. അപ്പൊ കപ്പ് എപ്പോഴും ഉണ്ടോ? അത്രേ ഉള്ളൂ. നാവുകൊണ്ട് കളിക്കുന്ന കളിയല്ലാത്തതുകൊണ്ട് തൽക്കാലം വിട്ടേക്കുന്നു. നാവുകൊണ്ട് കളിക്കുന്ന കളിയിലും ജയിച്ചിട്ടുണ്ട്. ശരീരം കൊണ്ടും തലച്ചോറ് കൊണ്ടും കളിക്കുന്ന കളിയിലും ജയിക്കും. സ്വഭാവം നീ പറയുന്നത് കേട്ടോ. ഏത് ടീമാരും വിയർക്കേണ്ടത്. ഞങ്ങളെന്താ ഗ്രൗണ്ടിൽ കിടന്ന് ഉറങ്ങാമെന്നത്. ഞങ്ങൾ കളിക്കും. പിന്നെ ഹാരിസ് പറയുന്ന കേട്ടോ നമ്മുടെ മനോരമ പത്രത്തിൽ ട്രോഫിയുടെ ഫോട്ടോ വരുന്നു. പക്ഷെ ഞങ്ങൾ പരാതിപ്പെടുന്നില്ല. മോട്ടിച്ചുകൊണ്ട് പോയ ട്രോഫി തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആ പത്രത്തിലുള്ള പരസ്യം നിങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി തരാം. എന്തായാലും അല്ലേ നമ്മൾ ക്ഷമിക്കും. എന്തായാലും ഇതിന് കൂടുതൽ വാഗ്ദാനങ്ങളും വീരവാദങ്ങളും ഒന്നും വേണ്ട. ഗ്രൗണ്ടിൽ എല്ലാവരും വീറും വാശിയും കൂടെ ഒരു കാണാം. അതുകൊണ്ട് ഈ ആവേശമൊക്കെ ഗ്രൗണ്ടിൽ കാണട്ടെ. ഞങ്ങളുടെ ടീം ഓണർ പാവം ഒരു മുഴം കയറിലും 2 നെറ്റിലും ബോട്ടിലും ഒക്കെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ടീം സോങ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ടീം സോങ് ഉണ്ടാക്കിയോ? ടീം സോങ് ഞാനത് കേട്ടില്ല. പുള്ളിക്ക് മതി കുഴപ്പമില്ല. സാധനം ഉണ്ടായാൽ മതി. സമർത്ഥം മതി. എന്റെ സാമർത്ഥ്യം തന്നെ. അപ്പൊ ഞങ്ങൾ കേട്ടില്ല. അത് ഞാൻ കരുതി പാവം പിടിച്ചോണ്ടാക്കില്ല. എന്തായാലും ഇവിടെ വന്നു കൂടിയിരിക്കുന്ന എല്ലാവർക്കും 1000 സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ മാച്ച് ഏപ്രിൽ 19 ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ മത്സരം ഏപ്രിൽ 20-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വർഷവും ഇതിലും വലിയ രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. സ്പോൺസേഴ്സ് ബ്ലൂ ടൈഗേഴ്സ് നമ്മുടെ സ്വന്തമാണ്. ബ്ലൂ ടൈഗേഴ്സിനും നാഷണൽ സയൻസിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. CCFിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. സ്വന്തം ഋതുമന്ത്ര എത്തിയിരിക്കുകയാണ്. ഋതുവിനെ കുറിച്ച് ഒരുപാട് സ്റ്റേജിൽ ഞാൻ ഘോരെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഋതുമന്ത്ര. തീർച്ചയായും ആ ഒരു ഇനത്തിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു. എനിക്ക് എപ്പോഴും തെറ്റും. ആ ഇനത്തിന്റെ പേരാണ് ക്രൗ മഗ. അത് ബ്രസീലിയൻ ജുജിത്സു എന്ന് പറഞ്ഞിട്ടുള്ള മാർഷൽ ആർട്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫോർ സെൽഫ് ഡിഫെൻസ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് രാജേഷിന് മാറിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഐ വോണ്ട് ബ്രോൺസ് മെഡൽ ഫോർ ഇന്ത്യ. എൻ്റെ കഴിവുകൊണ്ടൊന്നല്ല, അത് ദൈവാനുഗ്രഹം. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയെ ഞാൻ മെൻഷൻ ചെയ്യണം. മമ്മൂക്കയാണ് അതെനിക്ക് നാഷണലിൽ കിട്ടിയത് അറിഞ്ഞിട്ട് എന്നെ സ്പോൺസർ ചെയ്തത്. Captain Lee auction
ladies and gentlemen, Ramshak CCLPL വണ്ടർഫുൾ ട്രോഫിയാണ് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേസിംഗ് ട്രോഫി അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ട്രോഫി ഇഷ്ടപ്പെട്ടോ? യെസ്, താങ്ക് യു സോ മച്ച്.